കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ബെഞ്ചമിനാണ് പ്രതി. മോഷണത്തിനാണ് പ്രതി ഹോസ്റ്റലിൽ എത്തിയത്. പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ മറ്റൊരു സ്ത്രീയെ ആക്രമിക്കുകയായിരുന്നു. അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തരം അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ മറ്റൊരു ക്രൂരകൃത്യം അല്ലേ അതിനുള്ള ശ്രമം നടത്തുകയായിരുന്നത്. എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്? ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കേസുകളൊക്കെ ഉള്ള ആളാണോ? ദിവിഷ്, കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട ആ പ്രതിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ, ആ ഇടപെടൽ മൂലം ഒരു മനുഷ്യമൃഗത്തെ തന്നെയാണ് തടവറയ്ക്കുള്ളിലാക്കിയിരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ അയാളെ ഇന്നലെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ അയാൾ കേരളത്തിൽ തിരിച്ചെത്തി പല സ്ത്രീകളെയും ആക്രമിക്കുമായിരുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ ഏതാണ്ട് പുലർച്ചെ 2 മണിയോടെ ഒരാൾ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒരു തെളിവുമില്ലാതിരുന്ന കേസിൽ 48 മണിക്കൂർ കൊണ്ട് ആ പ്രതിയെ കണ്ടെത്തി. ആ പ്രതിയുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാൾ ബെഞ്ചമിൻ, മധുര സ്വദേശി ബെഞ്ചമിൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ട്രക്ക് ഡ്രൈവറായിട്ടാണ് കേരളത്തിൽ വന്നത്. അയാൾ സാധനങ്ങളുമായി വന്ന ട്രക്ക് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ കേരളത്തിൽ വന്ന ശേഷം തിരിച്ചു പോകുമ്പോൾ പുലർച്ചെ 2 മണിയോടെയാണ് കഴക്കൂട്ടത്തെത്തിയത്. അപ്പോഴാണ് ഇയാൾ ആ ട്രക്കിൽ നിന്നിറങ്ങി സമീപത്തെ വീടുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ മോഷണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയത്. അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി അയാൾ ആ ഹോസ്റ്റലിൽ കയറി. ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ പേയിങ് ഗസ്റ്റായിട്ട് ഉള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി 2-3 നിലയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം ഈ പീഡനത്തിനിരയായ പെൺകുട്ടി താമസിക്കുന്ന മുറിയുടെ മുകളിലത്തെ നിലയിൽ കയറി അവിടെ നിന്ന് ഹെഡ്ഫോൺ മോഷ്ടിച്ചു. അതിനുശേഷം അയാൾ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഈ റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത്, അതായത് അകത്തുനിന്ന് ലോക്കിട്ടില്ല എന്ന് കാണുന്നത്. അങ്ങനെയാണ് അയാൾ അകത്ത് കയറുകയും പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ശ്രമിക്കുകയും ചെയ്തത്. അതിനുശേഷം അയാൾ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ നൽകുന്ന മൊഴി, ഈ ഹോസ്റ്റലിൽ എത്തുന്നതിന് മുമ്പ് അയാൾ 3 വീടുകളിൽ കൂടി അയാൾ മോഷണം നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല, അയാൾ പറയുന്നത് ഈ ബെഞ്ചമിൻ എന്ന ആളുടെ മൊഴി അനുസരിച്ച് അയാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. പക്ഷേ ഇയാൾ ഓടിക്കുന്ന ട്രക്ക് നേരത്തെ വന്നിട്ടുണ്ട്. അത് മറ്റു ഡ്രൈവർമാരാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇത്തവണ ഇയാളാണ് ആദ്യമായിട്ട് വരുന്നത്. തമിഴ്നാട്ടിൽ ഇയാൾ സ്ഥിരം ട്രക്ക് ഡ്രൈവറായി പോകാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ബെഞ്ചമിൻ്റെ നമ്മളെ ഭയപ്പെടുത്തുന്ന മൊഴി. മാത്രമല്ല, അയാൾ കൂടുതലും ലക്ഷ്യമിട്ടിരുന്നത് തെരുവുവാസികളായ സ്ത്രീകളെയാണ് എന്ന് മൊഴി നൽകിയിരുന്നു. ഇന്നലെ കേരള പോലീസ് 200ഓളം CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തത്. അതിനുശേഷം ഇയാളുടെ റൂട്ട് CCTV അനുസരിച്ചാണ് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് പോയത്. അങ്ങനെ തമിഴ്നാട്ടിൽ മധുരയ്ക്ക് അടുത്ത് വെച്ചാണ് ഇയാൾ ട്രക്കിൽ തന്നെ ഉള്ളപ്പോഴാണ് പിടികൂടുന്നത്. പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴും ഇയാൾ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വലിയൊരു കുറ്റവാസനയുള്ള ആളാണെങ്കിൽ ഇയാൾ എന്തൊക്കെയോ കേസുകളിൽ തമിഴ്നാട്ടിൽ പെട്ടിട്ടുണ്ടോ? അപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഒരു സഹകരണം ഇക്കാര്യത്തിൽ തേടുന്നുണ്ടോ ഇയാളുടെ മറ്റ് പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാനൊക്കെ? അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇപ്പോൾ നിലവിൽ അയാൾക്ക് തമിഴ്നാട്ടിൽ ഏതെങ്കിലും കേസുകൾ ഉള്ളതായി വിവരമില്ല. കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇനി മറ്റു പേരുകളിലോ വല്ലതും ആണോ, ഇയാളുടെ യഥാർത്ഥ പേരാണോ ഇതെന്നൊക്കെയുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ പറയുന്നത് ഇയാൾ സ്ത്രീകളെയൊക്കെ ഉപദ്രവിച്ച ശേഷം ഇങ്ങനെ ഓടിപ്പോകുമെന്നാണ്. ഇപ്പോൾ ഈ കഴക്കൂട്ടത്തെ സംഭവം തന്നെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് അയാൾ രക്ഷപ്പെട്ടത്. ആ കെട്ടിടത്തിൽ CCTV ഇല്ല. അയാൾ യാതൊരു പരിചയവുമില്ലാത്ത ഒരാളാണ് വന്നത്. മാത്രമല്ല, ഇരുളിൽ അയാൾ ഓടി മറയുകയും ചെയ്തു. അപ്പോൾ ആരാണ് വന്നതെന്ന പെൺകുട്ടിക്കും അറിയില്ല. അപ്പോൾ ആ സ്ഥലത്തുള്ള CCTVകൾ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്രക്ക് വരുന്നതും ഒക്കെ മനസ്സിലാകുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴി കൂടിയാണ്. കേരള പോലീസിന്റെ, തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഏറ്റവും ഗംഭീരമായ അന്വേഷണത്തിലാണ് അയാളെ കണ്ടെത്തുന്നത്. പക്ഷേ അയാളുടെ വിചാരം, അയാളിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ലായിരുന്നു എന്നായിരുന്നു അയാളുടെ വിചാരം. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അയാൾ തമിഴ്നാട്ടിലേക്ക് പോയത്. മാത്രമല്ല, അയാൾക്ക് കേരളം ഇഷ്ടപ്പെട്ടു. അയാൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആ പോകുന്ന യാത്രയിൽ ആസൂത്രണം ചെയ്തിരുന്നു എന്നും കൂടി അയാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി കൂടി നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്. ഏതായാലും കഴക്കൂട്ടം പോലീസ് ഇന്ന് രാവിലെ ഈ പ്രതിയെ കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തി. ആ പെൺകുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ അയാളെ തെളിവെടുക്കാൻ കൊണ്ടുപോകും. മാത്രമല്ല, അയാൾ കൂടുതൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഭാവിയിൽ തിരുവനന്തപുരത്തിന് വലിയ അപകടമുണ്ടാക്കിയേക്കാവുന്ന ഒരു മനുഷ്യമൃഗത്തെ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ജയിലറയ്ക്കുള്ളിലാക്കിയിരിക്കുന്നത്.